വളരെയധികം പ്രോത്സാഹനം നൽകാൻ ഡോക്ടർ KP സുധീര ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ കൂടെ ഉണ്ടാവും, പക്ഷെ അതിലല്ല, ഓൺലൈനിലല്ല, നേരിട്ട് വന്ന് കാണണം എനിക്ക്. നേരിട്ട് നമ്മുടെ പരിപാടികൾ, ഞങ്ങൾക്ക് ഒരു മലയാളം ആഗോള ഫോറമുണ്ട്, മലയാളം സാഹിത്യ വിഭാഗമുണ്ട്, ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും അതുണ്ട്. സന്തോഷം, നന്ദി. അടുത്തതായി വേൾഡ് മലയാളി ഫെഡറേഷന്റെ അനുശോചന പ്രമേയം അവതരിപ്പിക്കുവാൻ വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറിയും നമ്മുടെ ഹൗസ് മാഗസിൻ്റെ ചീഫ് എഡിറ്റർ, വിശ്വകൈരളിയുടെ ചീഫ് എഡിറ്റർ ശ്രീമതി സപ്ന ബി ജോർജിനെ ക്ഷണിക്കുകയാണ്. സപ്ന. അൺമ്യൂട്ട് ചെയ്തോ? Thank you. Unmute ചെയ്തു. Thank you, doctor. പ്രിയപ്പെട്ട WMF അംഗങ്ങളെ, ബഹുമാനപ്പെട്ട ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ, പ്രസിഡന്റ് പൗലോസ് തേപ്പാല സാർ, ചെയർമാൻ ഡോക്ടർ J. രത്നകുമാർ സാർ, ഡോക്ടർ റാനി ലിബു, നൌഷദ്, ടോം ജേക്കബ്, മറ്റുള്ള ക്യാബിനറ്റ് അംഗങ്ങളെ, ഗ്ലോബൽ നമ്മുടെ ബോർഡ് അംഗങ്ങളെ, എല്ലാ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവരെ, നമ്മുടെ അതിഥിയായി ഇന്നിവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ KP സുധീര മാം, എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിന്റെ പെരുന്തച്ഛനായ MTക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി നാം ഇവിടെ ഒത്തുചേരുന്ന ഈ അവസരത്തിൽ ഉഷ ആറ്റിങ്ങൽ എഴുതിയ ഈ കവിത നമ്മൾ ഓരോരുത്തരുടെയും ശബ്ദമായിരിക്കട്ടെ. അക്ഷരങ്ങളാൽ വിസ്മയം തീർത്ത അത്ഭുതാചാര്യൻ വിട ചൊല്ലവേ, വിസ്മരിച്ചിടുവാനാവില്ല നമുക്ക് നിസ്തുല പ്രതിപതൻ സർഗ ചൈതന്യത്തെ. അന്ത്യയാത്രയ്ക്ക് ആത്മപ്രണാമം അർപ്പിക്കെ, അന്ത്യമില്ലാത്ത ശേഷിപ്പൂ അവനിൽ ആ തൂലിക തൻ മണിമുത്തുകൾ ഓരോന്നും. ജ്ഞാനപീഠത്തിലിരുന്ന് കേരള ജ്യോതിസായി മാറി മലയാള ഭാഷയ്ക്ക് കാലത്തെ അതിജീവിക്കുന്ന രചനകൾ സമ്മാനിച്ച, ചലച്ചിത്ര മേഖലയിൽ സംവിധാന തിരക്കഥാ ലോകങ്ങളിൽ പുതിയ പാതകൾ വെട്ടിത്തെളിച്ച മലയാള ഭാഷയുടെ MT എന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ കൈവച്ച സാഹിത്യ മേഖലകളിലെല്ലാം കിരീടം ചാർത്തിയ എഴുത്തുകാരനായിരുന്നു. അക്ഷരങ്ങളും വാക്കുകളും ഭാവനയും നല്ല രചനകളും മലയാളത്തിന് നൽകി നാടിന്റെ നന്മയുള്ള കലാകാരൻ എഴുത്ത് നിർത്തി മടങ്ങിയെങ്കിലും നമ്മൾ എന്ന വായനക്കാരിലൂടെ അദ്ദേഹം ഇവിടെ എന്നെന്നും കാണുമെന്ന് സാഹിത്യ ലോകം വിശ്വസിക്കുന്നു. നാലുകെട്ടും നടുമുറ്റവും കടന്നു വന്ന് മലയാളി മനസ്സിൽ കഥകളായും കവിതകളായും അരങ്ങിൽ ആടിത്തകർത്ത ചക്രവർത്തി എന്നേക്കും വിട ചൊല്ലി മറഞ്ഞു. മലയാള മണ്ണിന് അഹങ്കാരമായിരുന്നു അദ്ദേഹം. ഇനിയും ഒരുപാട് കാലം നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഓരോരുത്തർക്കും ഒപ്പം അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കരുതുന്നു. തീർച്ചയായും 91-ാം വയസ്സിൽ MT നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ എന്റെ ഭാഷ, എന്റെ ശക്തി എന്ന് ധൈര്യപൂർവ്വം വിളിക്കാൻ പറ്റുന്ന ഒരു ഭാഷാ പ്രതിജ്ഞ മലയാളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. സിനിമാ തിരക്കഥാ രംഗത്ത് അദ്ദേഹത്തിന്റെ അടയാളപ്പെടുത്തലുകൾ പുതു വെളിച്ചം പകർന്നു. സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ രചിച്ചുകൊണ്ടാണ് മലയാള സിനിമാ രംഗത്ത് MT പ്രവേശിച്ചത്. വളർത്തു മൃഗങ്ങൾ എന്ന സിനിമയിൽ MT പാട്ട് എഴുതുകയും ചെയ്തു. സകല കലാവല്ലഭനായി കൊച്ചു മലയാളത്തിൽ 7 പതിറ്റാണ്ടോളം സാഹിത്യത്തിൽ നിറഞ്ഞു നിന്ന MTയുടെ വേർപാട് തീർച്ചയായും മാതൃഭാഷയ്ക്ക് തീരാ നഷ്ടമാണ്. ആ ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ മലയാള നാടും WMFിലെ ഓരോ അംഗങ്ങളും നേതൃത്വ സ്ഥാനങ്ങളിൽ ഉള്ളവരും അങ്ങയുടെ മുന്നിൽ നമ്രശിരസ്കരാകുന്നു. കേരളത്തിന്റെയും മലയാള ഭാഷയുടെയും പുണ്യം പകരം വെക്കാനില്ലാത്ത മഹാപ്രതിഭയായ അങ്ങയുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. WMFിലെ എല്ലാവർക്കും ഒപ്പം വിശ്വകൈരളി എഡിറ്റോറിയൽ ടീമിനുമൊപ്പം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
ഓക്കെ, അടുത്തത് വിശ്വകൈരളി ഒരു ഓർമ്മപ്പതിപ്പ്, നമ്മളെ വിട്ടുപോയ ശ്രീ MTA കുറിച്ചും ഭാവഗായകൻ ശ്രീ ജയേന്ദ്രൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക പതിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനമാണ് അടുത്തത്. ഇത് പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ മുഖ്യ പ്രഭാഷക ഡോക്ടർ KP സുധീരയും നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് പൗലോസ് തേപ്പാലയും ചേർന്നുകൊണ്ടാണ്. മഞ്ഞും മഞ്ഞലയും, ഈ പതിപ്പിൻ്റെ പേര് മഞ്ഞും മഞ്ഞലയും. അതാണത്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ കോപ്പി എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. ആഗോളതലത്തിൽ ഇത് എത്തുന്നതാണ്. അടുത്തതായി നമ്മൾ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഗ്ലോബൽ കോർഡിനേറ്റർ